Let us learn commerce. Please like, share and subscribe. Good morning, students. Now we are discussed about the topic human capital management. The word human capital introduced by A.W. Lewis. ലെവിസ് ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ ക്യാപിറ്റൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കളക്റ്റീവ് സ്റ്റോക്ക് ഓഫ് സ്കിൽസ്, ആട്രിബ്യൂട്ട്സ്, നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഓഫ് എംപ്ലോയീസ് which further plays a vital role in increase the productivity of the organization. എംപ്ലോയീസിൻ്റെ കഴിവുകളെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ള ടേം അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ സ്കില്ല്, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഗുണം, നോളജ്, എക്സ്പെർട്ടൈസ് എന്ന് പറയുമ്പോൾ വൈദഗ്ധ്യം. ഓരോ എംപ്ലോയീസിനും ഓരോന്നിനും അവർക്കുള്ള കഴിവുകളെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ള ടേമിൽ അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ക്യാപിറ്റലിന് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വളരെ വലിയ റോളാണുള്ളത്. ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ പലതരത്തിലുള്ള സ്കില്ലുകളാണ്. ഈ സ്കില്ലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ള ഇതിൽ പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ട്രെയിനിങ്, മാനേജിങ്, retaining employees for them to contribute effectively in the process of the organization. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസസ് ഓഫ് അക്വയറിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എന്നുള്ളതാണെന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് അക്വയറിംഗ്, ട്രെയിനിങ്, മാനേജിങ്, റീറ്റെയിനിങ് എംപ്ലോയീസ് എന്നാണ്. ഒരു എംപ്ലോയീസിനെ അക്വയർ ചെയ്യുക, നേടിയെടുക്കുക, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ മാനേജ് ചെയ്യുക, ദെൻ റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെന്താ നിലനിർത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവായി ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് ഇഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് ഇഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യുക? അക്വയർ ചെയ്യുക, ട്രെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, അപ്രോച്ചസ് ടു HRM. There are three approaches in HRM: system approach, classical approach and Harvard approach. First one, system approach. A system is said to be a set of elements joined together for a common objective. ഒരു കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എലമെൻസിനെ ജോയിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ എലമെൻറ്റ്സ് നോൺ ആസ് സബ് സിസ്റ്റം ദാറ്റ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. ഒരുപാട് സ്മോൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സബ് സിസ്റ്റം കൂടിച്ചേർന്നിട്ടുള്ളതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സബ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർഡിപ്പെൻഡും ഇൻ്റർ റിലേറ്റഡുമാണ്. ഓരോന്നുമായിട്ടും ഓരോ സിസ്റ്റമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ സെൻട്രൽ സബ് സിസ്റ്റം, ഈസ് കണക്റ്റഡ് വിത്ത് അതർ സബ് സിസ്റ്റം ഓഫ് ദ ഓർഗനൈസേഷൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ദിസ് ഈസ് എ സെൻട്രൽ സബ് സിസ്റ്റം. It has a central subsystem, is connected with the other subsystem of organization through communication network. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴി ഇതിലൊരു സെൻട്രൽ സബ്സിസ്റ്റം മറ്റുള്ള സബ്സിസ്റ്റമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു HRM എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സിസ്റ്റമാണ്. അത് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് സബ്സിസ്റ്റംസാണ് ഫിനാൻസ് സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ് സിസ്റ്റം ആൻഡ് പർച്ചേസ് സിസ്റ്റം. As a central subsystem interact closely and continuously with all other subsystem. ഇതിലെ സെൻട്രൽ സബ്സിസ്റ്റം ആയിട്ടുള്ള HRM എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള എല്ലാ സബ്സിസ്റ്റമായിട്ടും ക്ലോസ്ലി റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടും അവരെന്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് സിസ്റ്റവും പർച്ചേസ് സിസ്റ്റവും മാർക്കറ്റിംഗ് സിസ്റ്റവും പ്രൊഡക്ഷൻ സിസ്റ്റമായിട്ട് HRM എന്നുള്ള സബ്സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റം അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സെൻട്രൽ സബ്സിസ്റ്റം ഉണ്ടായിരിക്കും,
അത് മറ്റുള്ള സബ്സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടും അവരുടെ കാര്യങ്ങളിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് അപ്രോച്ച് ക്ലാസിക്കൽ അപ്രോച്ച് ഓർ മിഷിഗൻ അപ്രോച്ച്. The Michigan model is also known as matching model or best fit approach to human resource management. It is also known as HARD HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഒരു ബെസ്റ്റ് ഫിറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് മോഡൽ, അതല്ലെങ്കിൽ ഹാർഡ് HRM എന്ന് പറയുന്നത് മിഷിഗൻ മോഡലിനെയാണ്. ദിസ് മോഡൽ ഇൻക്ലൂഡ് ദ തിയറി ഓഫ് എക്സ്. The theory X is more focused on the company's nature and goal, neglecting entirely the nature of its employees and generally labeling them as lazy. ഈ ഒരു അപ്രോച്ചിൽ തിയറി എക്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് തിയറി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കമ്പനീൻ്റെ ഗോളിനെ മാത്രമായിരിക്കും. അവർ എംപ്ലോയീസിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അവർ പരിഗണിക്കുന്നേ ഉണ്ടാവില്ല. എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, കമ്പനീൻ്റെ ഗോൾ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനിയുടെ ഗോൾ നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്, ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. അവർ അതിൽ എംപ്ലോയീസിനെ ലേസി ആയിട്ടാണ് പരിഗണിക്കുന്നത്. എംപ്ലോയീസ് എപ്പോഴും മടിയന്മാരാണ്. നമ്മൾ എന്തെങ്കിലും പണി കൊടുത്തു കഴിഞ്ഞാൽ, നിർബന്ധപൂർവ്വം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും അവർ എംപ്ലോയീസിനെ കണക്കാക്കുന്നത്. The approach tends to regard employees as machinery with the task of keeping them in order and in proper condition falling into the hands of management. അവരുടെ എംപ്ലോയീനെ ഒരു മെഷീൻ, മറ്റുള്ള റിസോഴ്സിന് പോലെ തന്നെ മെഷീൻ എന്നുള്ള രീതിയിലാണ്. എംപ്ലോയീസിന് ഒരിക്കലും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഫീലിങ്സ് ഉണ്ടാവില്ല. അവരെപ്പോഴും ഒരു മെഷീനറി എന്നുള്ള രീതിയിലായിരിക്കും കണക്കാക്കുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്.